സുപ്ര ഗ്രൂപ്പ് കുടുംബത്തിന് കസ്റ്റമേഴ്സ് ആണ് കിങ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഇല്ലാതെ പിന്നെ എന്താഘോഷം? നീണ്ട 30 വർഷങ്ങൾ സുപ്ര ഗ്രൂപ്പിന് ജനങ്ങൾ നൽകിയ പിന്തുണയും സ്നേഹവും ചെറുതല്ല. കേരളത്തിലെ എസ്.ടി. ജാവ, BSA ഉൾപ്പെടെയുള്ള ഇരുചക്രവാഹനങ്ങളുടെ പ്രമുഖ ഡീലർമാരായ സുപ്ര ഗ്രൂപ്പ് വിജയത്തിന്റെ 30 വർഷം പിന്നിടുമ്പോൾ ഉപഭോക്താക്കൾക്കായി ജാവ കോഴിക്കോട് ഷോറൂമിൽ ഒരുക്കിയ മീറ്റപ്പ് വേറിട്ടതായി. നിങ്ങളെപ്പോലെയുള്ള ഒരാൾ വരുമ്പോൾ ഞങ്ങൾ തരുന്ന സേവനം വാഹനം വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വാഹനം വിറ്റ ശേഷമുള്ള നിങ്ങളുടെ സർവീസ്, അതിൽ സംതൃപ്തരായ കസ്റ്റമേഴ്സിൽ നിന്നും വരുന്ന ആ റെഫറൻസ് സെയിലുകളാണ് ഞങ്ങളെ ഈ നിലയിൽ എത്താൻ സാധിച്ചത്. ഈ തിരക്കുള്ള ഈ സമയത്തും നിങ്ങൾ ഇവിടെ എത്തിച്ചേരാൻ കാണിച്ച ആ ഒരു സന്മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കേരളത്തിലെ പ്രമുഖ ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് ശൃംഖലയായ സുപ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തങ്ങളുടെ വിജയകരമായ 30ാം വാർഷികം ആഘോഷിക്കുകയാണ്. 3 പതിറ്റാണ്ടുകളായി ഉപഭോക്താക്കൾ നൽകിയ വിശ്വാസത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. സുപ്ര ഗ്രൂപ്പിന്റെ കോഴിക്കോട് ഷോറൂമിൽ വെച്ച് സംഘടിപ്പിച്ച ജാവ എസ്.ടി. BSA ഉപഭോക്താക്കളുടെ മീറ്റപ്പ് സുപ്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ AS ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ എസ്.ടി. സ്ക്രാംബ്ലർ യെല്ലോയുടെ ആദ്യ വിൽപ്പന സുപ്ര മാനേജിംഗ് ഡയറക്ടർ AS സുനിൽ സൗഗന്ധിന് നൽകി നിർവഹിച്ചു. സുപ്ര ലെജൻഡ്സ് നൊമാഡ്സ് കമ്മ്യൂണിറ്റി എന്ന പേരിൽ റൈഡർ കമ്മ്യൂണിറ്റി രൂപവത്കരണവും അംഗത്വ വിതരണവും നടത്തി. സുപ്ര ഗ്രൂപ്പ് ഡയറക്ടർ AS സുധീഷ്, ക്ലാസിക് ലെജൻഡ്സ് ഏരിയ മാനേജർമാരായ അജിത്, വിഘ്നേഷ്, സുപ്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ SK ഗിരീഷ്, CFO ടോം തോമസ്, DGM ഗിരീഷ്, DGM നുഹ്മാൻ, സുപ്ര ജാവ AGM KV സന്ദീപ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വിഷ്ണു, ശരത്, പ്രവീൺ, HR മാനേജർ നൌഷാദ്, സെയിൽസ് മാനേജർമാരായ അതുൽ, ബാസിൽ, സർവീസ് മാനേജർ സുജേഷ്, അഡ്മിൻ മാനേജർ രമേശ്, അക്കൌണ്ട്സ് മാനേജർ ഷിജിൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. പൊതുവേ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു വണ്ടി വിൽക്കുമ്പോൾ ഒരു ബിഹേവിയർ ആയിരിക്കില്ല സർവീസിലേക്ക് എത്തുമ്പോൾ എന്നാണ്. ബട്ട് എനിക്ക് ഇവിടുന്ന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. 4 years ആണ്, ലോങ് ജേണിയാണ്. വണ്ടി ആകുമ്പോൾ നോർമലി പക്കായിരിക്കുന്നു പറയുന്നില്ല, പക്ഷേ എനിക്ക് വെറൈറ്റി കംപ്ലയിൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അപ്പം സോർട്ട് ചെയ്തിട്ടുണ്ട്. ഹാപ്പിയാണ്. Thanks to everyone from the service sector, because normally when we buy a vehicle, so some people, they don't serve you properly, but here everything is perfect and I never had a bad day when I come and see very small details, they took care of it. And especially I thank Mr. Sujesh, Jitesh, Premjit and all people whose name I really don't know, and I thank everyone, and especially I thank Supra also for giving me such a wonderful experience. ഞാൻ ആദ്യം വണ്ടി വന്നു, ഞാനും മോനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും വണ്ടി ഇഷ്ടമായി. അപ്പം വണ്ടി ബാക്കി സംസാരങ്ങളൊക്കെ ആയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവസാനം ഒരിടത്തുള്ള ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ് ഞാൻ എടുത്തത്. അവസാനം എനിക്ക് വണ്ടി ഇഷ്ടമായി, ഇവർക്ക് തരണമെന്നുണ്ട്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ സംസാരിച്ചു. അവസാനം മൂപ്പര് ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഒന്നും കൂടി എനിക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കണം, എന്നിട്ട് കൺഫേം ആക്കാറുണ്ട്. മൂപ്പര് ഒരു ദിവസം എനിക്ക് വണ്ടി തന്നു. അത് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ആ വണ്ടി ആയിട്ട് ഒരു 100-200 കിലോമീറ്റർ ഓടിച്ചു. ഫുള്ള് സാറ്റിസ്ഫൈഡായി. പിന്നെ മൂപ്പര് പറയുന്ന റേറ്റിൽ ഞാൻ സമ്മതിക്കായി. അതുവരെ എൻ്റെ അതിന് റേറ്റ്, പിന്നെ മൂപ്പരതായ റേറ്റ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കുറേ ആൾക്കാർ പറഞ്ഞു സർവീസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആൾക്കാർ, ഞാൻ പറഞ്ഞു എനിക്ക് ബാക്കിയുള്ള സ്ഥലത്തുള്ള ആളത് നോക്കണ്ട, എൻ്റെ വീട് ഇവിടെ കോഴിക്കോടാണ്. ഞാൻ ഈ കോഴിക്കോട് ഭാഗത്ത് സർവീസിന് കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുന്ന ഇവിടെ സർവീസ് സ്റ്റേഷനും ഉണ്ട്. എന്താ പ്രശ്നം? പിന്നെ സർവീസും പക്കയാണ്. ഇപ്പം ഞാൻ ഒരു ചെറിയ ആക്സിഡൻറ്റ് നടന്ന് ഇൻഷൂർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞ മാസം, അതിൻ്റെ മുമ്പത്തെ മാസം 1-ാം തീയതി കൊടുത്ത്, ഈ മാസം 1-ാം തീയതി അന്ന് വണ്ടി റെഡിയാണ്, എനിക്ക് വരാൻ പറ്റിയില്ല. 2-ാം തീയതി അന്ന് എനിക്ക് വണ്ടി കയ്യിൽ തന്ന്. ഒരു കൊല്ലും 8 ദിവസമായി ഞാൻ ഇപ്പോൾ വണ്ടി എടുത്തിട്ട്. നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സർവീസൊക്കെ പക്കയാണ്. ഒന്നും നോക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് പറഞ്ഞാൽ സർവീസ് മാനേജർ വന്നിട്ട് നമ്മളോട് പറയും, ഇങ്ങനെ പ്രശ്നങ്ങൾ അതിനുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാം. ഒന്ന് വണ്ടി ഇവിടെ തന്നാൽ മതി. ജസ്റ്റ് വണ്ടി കൊടുക്കും, ഒരു 3/4 മണിക്കൂറിനുള്ളിൽ ശരിയാക്കി എൻ്റെ കയ്യിൽ തരുന്നുണ്ട്. പിന്നെ ലോങ് ട്രിപ്പിനൊക്കെ പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ് ജാവ 42. അപ്പോൾ പിന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 40 അതിൻ്റെ മൈലേജ്. എനിക്കൊരു 35 കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ ഷോറൂമിലുള്ള ആളുകൾ, ഇപ്പോൾ അവിടുത്തെ നമ്മളെ മാനേജർ ബാസിൽ സാറാണ്, നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ സന്ദീപ് സാറിനൊക്കെ നമുക്ക് അവിടെ വന്നിട്ടുള്ള പരിചയമാണ്. നമ്മൾ ട്രിപ്പിനൊക്കെ പോയിട്ട് അവിടുത്തെ സ്റ്റാഫുകളായാലും സന്ദീപ് സാറായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളവിടുത്തെ സർവീസ്
ഒക്കെ ഒന്നിനൊന്നിനും മെച്ചെന്ന് പറയാം. അങ്ങനത്തെ സ്റ്റാഫുകളാണ് അവിടുത്തെ. 30 വർഷം എന്ന് പറയുന്നത് തീർത്തും വളരെ വലിയ ഒരു കാലയളവാണ്. ആ കാലയളവിൽ കസ്റ്റമേഴ്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു വിജയമായിട്ട് ഞങ്ങൾ കാണുന്നു. അതിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. പരിപാടിയുടെ ഭാഗമായി രതീഷ് നാരായണൻ അവതരിപ്പിച്ച സംഗീത നിശ ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.